أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله السلام عليكم ورحمة الله وبركاته. നമ്മൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ 76ാമത്തെ സൂറത്താണ്. അതിന്റെ 3ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ചെറിയ ആയത്താണ്. ഇതിൽ അല്ലാഹു പറയുന്നത് തീർച്ചയായിട്ടും വി അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മുമ്പത്തെ ആയത്തിൽ ഞാൻ പറഞ്ഞ പോലെ മെജസ്റ്റിക് വി ആണ്. അള്ളാഹിനെ ആ ഒരു ഇതായിട്ട് പറഞ്ഞത് അള്ളാഹിന്റെ ഒരു അതോറിറ്റി വെച്ചിട്ട് പറഞ്ഞത് ഇന്ന ഹദൈന, തീർച്ചയായിട്ടും ഇൻഡീഡ് വി ഹദൈനാവു സബീല. ഹദ എന്നല്ലെങ്കിൽ ഗൈഡൻസ് എന്നാണ്. ഹദൈനാഹു, അതിനെ ഞാൻ ഗൈഡ് ചെയ്തു. അവനെ ഞാൻ ഗൈഡ് ചെയ്തു. ആരെ? അത് ഇന്നലത്തെ ആയത്തിൽ നമ്മൾ നോക്കിയല്ലോ. 2ാമത്തെ ആയത്തിൽ നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഈ ഇൻസാനിനെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് നുത്ഫത്തിൻ അംഷാജ്, ഒരു സ്പേം മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് അവന് കേൾവി ശക്തിയും കാഴ്ചശക്തിയും കൊടുത്തതല്ല. അടുത്ത ആയത്തിലുള്ള പറഞ്ഞ തീർച്ചയായിട്ടും ഞാൻ അവനെ ഗൈഡ് ചെയ്തിരിക്കുന്നു. എന്തിലേക്ക്? സബീല, ഒരു പ്രോപ്പർ വേയിലേക്ക്. ഒരു ഗൈഡൻസ് എന്ന് പറയല്ലോ, ഒരു വഴി. സബീൽ എന്നല്ലെങ്കിൽ വഴിയെ, ഒരു പ്രോപ്പർ വഴിയിലേക്ക് അവനെ ഞാൻ ഗൈഡ് ചെയ്തിരുന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാന്റെ ഗൈഡൻസ് ഈസ് ദെയർ എപ്പോഴും. പക്ഷെ ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, അവന് നന്ദിയുള്ളവനാവാൻ, ശുക്റുള്ളവനാവാൻ, ഷാക്കിർ അല്ലെങ്കിൽ ശുക്റുള്ളവനാവാൻ. അതല്ലെങ്കിൽ ഇമ്മാ കഫൂറ, അവൻ കൺസിസ്റ്റന്റ് കണ്ടിന്യൂസ്ലി എന്താ പറയാ, കുഫ്ര കളവാക്കുന്നവനും ആവാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനും ആവാം. ഈ 2 രീതി അത് അവന്റെ ചോയ്സ് ആണ്. പക്ഷെ ഗൈഡൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നാ ഹദൈനാഹു സബീല, ഇൻഡീഡ് തീർച്ചയായിട്ടും ഞാൻ അവനെ ഗൈഡ് ചെയ്തിരിക്കുന്ന സബീലിലേക്ക്, നേരായ വഴിയിലേക്ക്. ഇത് സൂറത്തുൽ ബഖറയിൽ നമുക്കൊരു ആയത്ത് കാണാം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റജീം ഖുൽ നഅബിതു ജമിയ, ഇറങ്ങി പോകൂ ഇവിടുന്ന് എല്ലാവരും, ജമിയ മൊത്തമായിട്ട് ഇറങ്ങി പോകുക. ഫൈമാ യഅതി അന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു പറയുന്നത് എൻ്റെ അടുത്തുനിന്ന് ഹുദ വരും, ഗൈഡൻസ് വരും. ആരാണ് ആ ഗൈഡൻസ്? ആരെങ്കിലും ആ ഗൈഡൻസിനെ പിൻപറ്റുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് പേടിക്കാനും ഇല്ല, സങ്കടപ്പെടാനും ഇല്ല, ഹുസ്നും ഇല്ല, ഖൗഫും ഇല്ല. ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തും. അതായത് അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിന്റെ ആ ഒരു ഹിദായത്ത് ഉൾക്കൊണ്ടുകൊണ്ട് സത്യമാർഗത്തിൽ സത്യസന്ധമായിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ആരാധനയിൽ അള്ളാഹുവിനെ ആരെയും പങ്കു ചേർക്കാതെ കൊണ്ട് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഖൗഫും ഇല്ല, ഹുസ്നുമില്ല, പേടിക്കാനുമില്ല, സങ്കടപ്പെടാനുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ വലി ആൻഡ് മൗല. അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റട്ടെ. അപ്പോൾ ചോയ്സ് നമ്മളുതാണ്. ഗൈഡൻസ് അള്ളാഹു പറഞ്ഞു ഞാൻ ഗൈഡ് ചെയ്യും. പക്ഷെ ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, അത് നമ്മുടെ ഒരു ചോയ്സാണ്. അവിടെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, അവന്റെ കാഴ്ചയും കേൾവിയും നമ്മൾ സ്വയം കൊട്ടി അടക്കരുത് അതിനെ. കാരണം അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അവന്റെ ഹൃദയങ്ങളിൽ സീൽ വെക്കപ്പെടും, പിന്നെ ഒന്നും കേൾക്കൂല. അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമുക്ക് ആ വിനയം അള്ളാഹുവിന്റെ മുമ്പിൽ വേണം. നമ്മൾ ഹംബിൾ ആയിരിക്കണം. അതാണ് ആദം അലൈഹിസ്സലാം ഹംബിളായത്. ആദം അലൈഹിസ്സലാമിന് തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് പറ്റിയപ്പോൾ ആദം അലൈഹിസ്സലാം തർക്കിക്കാനല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യാനല്ല, ആർഗ്യുമെന്റ് ചെയ്യാനോ ന്യായീകരിക്കാനോ നിന്നിട്ടില്ല. റബ്ബന വലംന അംഫുസന, ഞങ്ങൾക്ക് തെറ്റ് പറ്റി റബ്ബെ എന്നാണ് ആദം അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ടത്. നമ്മൾ ഈ ഒരു മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, അള്ളാഹുവിന്റെ ആ ഒരു ഇദായത്ത് കാക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇതിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്നുണ്ടെങ്കിൽ ഹ്യൂമിലിറ്റിയാണ്, ഹംബിൾനെസ് ആണ്. അതിലേക്ക് മാത്രമേ അള്ളാഹുവിന്റെ ആ ഇദായത്ത് ഇറങ്ങി വരുള്ളൂ. അഹങ്കാരികൾക്ക് പറ്റിയതല്ല ഈ സംഭവം. അഹങ്കാരികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എന്താ പറയുന്നത്, അവർക്ക് നന്ദിയുള്ളവരാവാം, അല്ലെങ്കിൽ നന്ദി ഇല്ലാത്ത കഫൂറായിട്ട്, കഫർ അല്ലെങ്കിൽ ശരിക്കും എന്താ പറയുക, മൂടി വെക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക എന്നാണ്. അപ്പോൾ പറയുന്നത് ഹിദായത്ത് അവിടെ ഉണ്ട്, പക്ഷെ അവർ കഫറാക്കാണ്. അപ്പൊ നന്ദി കെട്ടവരാവാം. അതായത് ഈ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു ഹിദായത്തിനെ പുറംകാല് കൊണ്ട് തള്ളിക്കൊണ്ട് അവർ ഇതായി പോവാണ്, എന്താ പറയുക, അൺഗ്രേറ്റ്ഫുൾ ആയിട്ട്, അള്ളാഹ് നന്ദി കെട്ടവരായിട്ട് കൊണ്ടുപോവാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ചോയ്സ് അത്. പക്ഷെ ഞാൻ ഇന്നാ ഹദൈനാഹു സബീല, ഞാൻ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഗൈഡൻസിലേക്ക് എത്തിക്കുന്നവരുടെയും അള്ളാഹുവിന്റെ ഗൈഡൻസിൽ നിലനിന്ന് പോകുന്നവരുടെയും കൂട്ടത്തിൽ നമ്മളെല്ലാവരും ആക്കി തീർക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കിബ്റിനെയും കുഫറിനെയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് കംപ്ലീറ്റ് മാറ്റി തരട്ടെ. അന്ത്യ നിമിഷം വരെ, അവസാന ശ്വാസം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്
ഉച്ചരിക്കുകയും അത് ഹൃദയത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും നമ്മുടെ പ്രവൃത്തിയിൽ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ആക്കി തീർക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.